ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഉയരവും യഥാക്രമം 1:2:3 എന്ന അംശബന്ധത്തിലാണ്. അതിൻ്റെ വ്യാപ്തം 1296 സെൻറ്റിമീറ്റർ ക്യൂബായാൽ ഉയരം എത്രയായിരിക്കും? ഇവിടെ ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും ഉയരവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നീളവും വീതിയും ഉയരവും ഉള്ളതുകൊണ്ട് ഇതൊരു ചതുരസ്തംഭമായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ചതുരസ്തംഭത്തിൻ്റെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം നമുക്ക് നൽകിയിട്ടുണ്ട് 1:2:3. കൂടാതെ അതിൻ്റെ വ്യാപ്തമുണ്ട്. നമുക്ക് അതിൻ്റെ ഉയരം കണ്ടുപിടിക്കണം. അപ്പോൾ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള അംശബന്ധം 1:2:3 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അംശബന്ധം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ നീളവും വീതിയും ഉയരവും 1K, 2K, 3K എന്നെടുക്കാം. നീളം 1K, വീതി 2K, ഉയരം 3K. ഇനി ഇതിൻ്റെ വ്യാപ്തം നൽകിയിട്ടുണ്ട് 1296 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നീളവും വീതി ഉയരവും അറിയാമെങ്കിൽ വ്യാപ്തം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നീളം ഗുണം വീതി ഗുണം ഉയരമാണ് ചതുരസ്തംഭത്തിൻ്റെ വ്യാപ്തം. അപ്പോൾ 1K ഗുണം 2K ഗുണം 3K ഇതാണ് വ്യാപ്തം. ഇത് സമം 1296 നമുക്ക് എടുക്കാം. ഇനി ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ ആദ്യം നമ്പേഴ്സ് തമ്മിൽ ഗുണിക്കുക. 1 ഗുണം 2 ഗുണം 3, 1 2 2 2 3 6. ഇനി K ഗുണം K ഗുണം K 3 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നു. അത് K ക്യൂബ്. അപ്പോൾ 6K ക്യൂബ് സമം 1296 കിട്ടും. അപ്പോൾ K ക്യൂബ് എത്ര വരും? നമുക്കിതിൽ നിന്ന് Kയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനു വേണ്ടി K ക്യൂബ് എടുക്കുക. 1296/6. അപ്പോൾ 216 വരും. ഓർക്കുക, ഇത് ക്യൂബാണ്. 216 എന്ന് പറയുന്നത് 6ൻ്റെ ക്യൂബാണ്. അപ്പോൾ K ക്യൂബ് = 6 ക്യൂബ് എന്ന് കിട്ടും. 6 3 തവണ ഗുണിച്ചാൽ 216 കിട്ടും. അപ്പോൾ K ക്യൂബ് = 6 ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ K എത്രയാണ്? 6 എന്ന് കിട്ടും. K 6 ആണ്. അപ്പോൾ Kയുടെ വാല്യൂ 6 ആണ്. നമുക്കിതിൻ്റെ ഉയരം കണ്ടുപിടിക്കണം. ഉയരം നമ്മളെടുത്തത് 3K എന്നാണ് എടുത്തത്. അപ്പോൾ Kയുടെ വാല്യൂ 6 ആയതുകൊണ്ട് ഉയരം 3 × 6 18. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ആണ് ഉയരം. ശരി ഉത്തരം ഓപ്ഷൻ സി. 2/1 ഗുണം 3/2 ഗുണം 4/3 അധികം 4/1 സമം ഡാഷ്. അപ്പോൾ ഇവിടെ ഏതാനും ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കാനും അതിനോട് അവസാനം ഒരു ഭിന്നസംഖ്യ കൂട്ടാനും നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഗുണനക്രിയ ചെയ്യണം. അതായത് 2/1 ഗുണം 3/2 ഗുണം 4/3 നമുക്ക് ആദ്യം ചെയ്യണം. ഇത് ഗുണിക്കാനാണ്. അതുകൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള സെയിം ഫാക്ടേഴ്സ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ 2 ക്യാൻസൽ ചെയ്യാം, അതുപോലെ 3 ക്യാൻസൽ ചെയ്യാം. പോയിട്ട് അംശത്തിൽ 1 വരും, ഛേദത്തിൽ 4. അപ്പോൾ 4/1 എന്നാണ് ഇത്രയും ഭാഗത്തിൻ്റെ ഉത്തരം. അതിനോട് 4/1 കൂട്ടുക. 4/1 അധികം 4/1 എന്ന് വരും. ഛേദം തുല്യമാണ്. അതുകൊണ്ട് അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. 1 1 2, 2/4 എന്ന് വരും. 4/2. അപ്പോൾ അംശവും ഛേദവും 2ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് 2 ഉപയോഗിച്ച് അംശത്തിനെയും ഛേദത്തിനെയും ഹരിക്കാം. 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 4നെ 2 കൊണ്ട് ഹരിച്ചാൽ 2. അപ്പോൾ ഉത്തരം 2/1. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഹെയർ എന്നത് 8198 എന്ന് എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ 6920 തുല്യമായത് ഏത്? അപ്പോൾ ഇവിടെ ഒരു കോഡ് ഭാഷയാണ് നൽകിയിരിക്കുന്നത്. ഹെയർ HAIR. ഈ ഹെയറിന് നൽകിയിരിക്കുന്ന കോഡ് 8198 ഇങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ 6920 ഈ കോഡ് സൂചിപ്പിക്കുന്ന വാക്ക് ഏതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഓരോ അക്ഷരത്തിനും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആ അക്ഷരത്തിൻ്റെ ക്രമനമ്പറാണ് അതിൻ്റെ കോഡായിട്ട് നൽകിയിരിക്കുന്നത്. H എന്നുള്ളത് 8ാമത്തെ അക്ഷരമാണ്. അപ്പോൾ Hൻ്റെ കോഡ് 8 നൽകി. അതുപോലെ A 1ാമത്തെ അക്ഷരം ആയതുകൊണ്ട് Aക്ക് കോഡ് 1, I 9ാമത്തെ അക്ഷരമാണ്. അതുപോലെ R 18ാമത്തെ അക്ഷരം. ആ രീതിയിലാണ് കോഡ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഓരോ നമ്പറിനും അനുസരിച്ചുള്ള അക്ഷരം എഴുതിയാൽ മതി. അപ്പോൾ ആ നമ്പറിനനുസരിച്ച് നോക്കുക. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം 3 അക്ഷരങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിലെ ഏതോ 2 അക്ഷരങ്ങൾ ഗ്രൂപ്പ് ചെയ്യണം. 69 ഗ്രൂപ്പ് ചെയ്യാൻ പാടില്ല, കാരണം 26 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ 6, 9 ഇവ ഒറ്റയ്ക്ക് എടുക്കുക. അതുപോലെ 20 ഒന്നിച്ചെടുക്കുക. 2ഉം 0 കൂടെ ഒന്നിച്ച് 20 ആക്കുക. ഇങ്ങനെയാണ് 3 അക്ഷരം വരുന്നത്. 6ാമത്തെ അക്ഷരം F ആണ്. അപ്പോൾ ആദ്യത്തെ അക്ഷരം F വരുന്ന വാക്കായിരിക്കും വരേണ്ടത്. ഇപ്പോൾ തന്നെ നമുക്ക് ഉത്തരം ഊഹിക്കാം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ്. നമുക്ക് അടുത്ത അക്ഷരങ്ങൾ നോക്കുക. 9 ആണ്. 9ാമത്തെ അക്ഷരം I-യും 20ാമത്തെ അക്ഷരം T-യുമാണ്. അപ്പോൾ FIT ഫിറ്റ് ആണ് വേണ്ടത്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒറ്റയാനെ കണ്ടെത്തുക.
108, 146, 18, 90. അപ്പോൾ ഈ 4 സംഖ്യകളിൽ വേറിട്ട് നിൽക്കുന്ന സംഖ്യ കണ്ടുപിടിക്കണം. ഇത് വളരെ ഈസിയാണ്. നമുക്ക് ഒറ്റ ഓട്ടത്തിൽ തന്നെ മനസ്സിലാകും. ഇതിലെ 3 സംഖ്യകളുടെ അക്കത്തുക 9 വരുന്നത്. 18ൻ്റെ അക്കങ്ങളുടെ തുക 9, 90ലെ അക്കങ്ങളുടെ തുക 9, 108ലെ അക്കങ്ങളുടെ തുകയും 9. അതേസമയം ഇവിടെ ഓപ്ഷൻ ബി 146, അത് 11 അക്കങ്ങളുടെ തുക. അപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്നതാണ് 146. ശരി ഉത്തരം ഓപ്ഷൻ ബി. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഇവിടെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക അഥവാ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. ആ സൂത്രവാക്യം കാണാതെ പഠിച്ചിരുന്നാൽ മാത്രം മതിയാവും. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2 ആണ്. ഓർക്കുക, ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2 ആണ്. നമുക്കിവിടെ ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകളുടെ തുക കാണണം. അപ്പോൾ n-ന് പകരം 100 കൊടുക്കുക. n-ന് പകരം 100 കൊടുക്കുമ്പോൾ ഇത് 100 × n+1ൻ്റെ സ്ഥാനത്ത് 100+1, അതായത് 101/2 വരും. നമുക്ക് 100നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 50 വരും. 50 × 101 കാണണം. 50 × 100 5000 ആണ്. അതിൻ്റെ കൂടെ ഒരു തവണയും കൂടെ 50 കൂട്ടുക. അപ്പോൾ 5050. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 5050. ഒരാൾ 5000 രൂപ 10% സാധാരണ പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2000 രൂപ പലിശ ലഭിക്കാൻ എത്ര വർഷം വേണ്ടിവരും? ഇവിടെ 5000 രൂപ 10% സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. അങ്ങനെയെങ്കിൽ 2000 രൂപ പലിശ ലഭിക്കാൻ എത്ര വർഷം വേണ്ടിവരും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സാധാരണ പലിശ നിരക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഒരേ തുക തന്നെയാണ് പലിശയായി ലഭിക്കുക. പലിശയ്ക്ക് മേൽ പലിശ ലഭിക്കില്ല. അപ്പോൾ എല്ലാ വർഷവും ഒരേ തുക തന്നെയാണ് പലിശ ലഭിക്കുക എന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഒരു വർഷത്തെ പലിശ കണ്ടുപിടിക്കണം. നമുക്ക് 5000 രൂപ 10% പലിശ നിരക്ക്. അതായത് ഒരു വർഷം 5000ൻ്റെ 10% പലിശയായിട്ട് ലഭിക്കും. 10% എന്ന് പറഞ്ഞാൽ 10 ഭാഗം, അതായത് 500 രൂപ. 5000ൻ്റെ 10 ഭാഗം 500 രൂപ. ഇനി ക്രിയ ചെയ്ത് വേണമെങ്കിലും പലിശ കണ്ടുപിടിക്കാം. ഏതായാലും 500 രൂപയാണ് ഒരു വർഷത്തെ പലിശ. അപ്പോൾ 2000 രൂപ പലിശ ലഭിക്കാൻ എത്ര വർഷം വേണ്ടി വരുമെന്ന് കണ്ടുപിടിക്കാനായിട്ട് 2000നെ 500 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 2000/500, പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 20/5, അതായത് 4 വർഷം. അപ്പോൾ 4 വർഷം കൊണ്ട് 2000 രൂപ പലിശ ലഭിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ഡി. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. ഇവിടെ ഒരു നമ്പർ സീക്വൻസ് നൽകിയിട്ടുണ്ട്. ഇതിലൊരു സംഖ്യ വിട്ടുപോയിട്ടുണ്ട്. ആ സംഖ്യ കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യകൾ നോക്കുക. 216, 343, -729. അപ്പോൾ ഈ സംഖ്യകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതെല്ലാം ക്യൂബുകളാണ്. 216 എന്ന് പറയുന്നത് 6ൻ്റെ ക്യൂബാണ്. അതുപോലെ 343 7ൻ്റെ ക്യൂബാണ്, അല്ലെ 7/3 ആണ്. 729 9/3 ആണ്, അല്ലെ 9ൻ്റെ ക്യൂബാണ്. അപ്പോൾ 6 ക്യൂബ് 7 ക്യൂബ് സ്വാഭാവികമായിട്ടും അടുത്ത് വരേണ്ടത് 8ൻ്റെ ക്യൂബാണ്, അല്ലെങ്കിൽ 8/3. 8/3 അല്ലെങ്കിൽ 8ൻ്റെ ക്യൂബിൻ്റെ വാല്യൂ 512 ആണ്. അപ്പോൾ അടുത്ത് വരേണ്ട സംഖ്യ 512. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരാൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു. അതിനുശേഷം 25 മീറ്റർ വലത്തോട്ട് നടന്നു. പിന്നീട് 25 മീറ്റർ ഇടത്തോട്ടും വീണ്ടും ഇടത്തോട്ട് 25 മീറ്റർ നടന്നു എങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലവും അവസാനിച്ച സ്ഥലവും തമ്മിലുള്ള അകലം എത്ര? അപ്പോൾ ഇതൊരു ഡയറക്ഷൻസ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇത് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നത് നമുക്ക് സൗകര്യപ്രദമായിരിക്കും. അപ്പോൾ ആദ്യം 20 മീറ്റർ തെക്കോട്ട് നടന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് അയാളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് കരുതുക. 20 മീറ്റർ തെക്കോട്ട് നടന്നു. ഇങ്ങോട്ടാണ് ആദ്യം 20 മീറ്റർ സഞ്ചരിച്ചു. ഇനി 25 മീറ്റർ വലത്തോട്ട് നടന്നു എന്നാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളുടെ വലതുവശം ഈ പടിഞ്ഞാറോട്ടായിരിക്കും. അപ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് അയാൾ നടന്നത്. 25 മീറ്റർ നടന്നു. 25 മീറ്റർ വലത്തോട്ട് നടന്നു. പിന്നീട് 25 മീറ്റർ ഇടത്തോട്ട് നടന്നു. അപ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുന്ന ആളുടെ ഇടതുവശം ഇങ്ങോട്ടാണ്. അപ്പോൾ ഇങ്ങോട്ട് 25 മീറ്റർ നടന്നു. വീണ്ടും ഇടത്തോട്ട് 25 മീറ്റർ നടന്നു. അപ്പോൾ ഈ ഇവിടുന്ന് വീണ്ടും ഇപ്പോൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ഇടതുവശം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരും. വീണ്ടും 25 മീറ്റർ നടന്നു. അപ്പോൾ എങ്കിൽ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലവും അവസാനിച്ച സ്ഥലവും തമ്മിലുള്ള അകലം എത്ര? അപ്പോൾ ഈ 2 പോയിന്റ് എയും ഇത് ബിയും, ഈ എയും ബിയും തമ്മിലുള്ള അകലമാണ് കണ്ടുപിടിക്കേണ്ടത്.
നോക്കുക, ഇവിടെ രണ്ടിടത്ത് ഒരേ അകലം തന്നെയാണ്, 25 മീറ്ററാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ചതുരമായി, സമചതുരമായി. അപ്പോൾ ഇവിടെയും 25 മീറ്റർ, ഇവിടെയും 25 മീറ്ററേ വരുള്ളൂ. ഇനി എയിൽ നിന്നുള്ള ഒരേ ലൈനിലായിരിക്കും എയും ബിയും വരിക. എയിൽ നിന്ന് ഈ ലൈനിൽ കൂടെ തന്നെ, ആദ്യത്തെ 20 മീറ്ററിൽ കൂടെ തന്നെ അതിൻ്റെ ബാക്കിയായിട്ട് തന്നെ ഈ 25 മീറ്ററും വരുള്ളൂ. അപ്പോൾ 20 25 കൂടെ കൂട്ടുമ്പോൾ 45 മീറ്ററാണ് അയാളുടെ ആദ്യത്തെ പൊസിഷനിൽ നിന്ന്, എയിൽ നിന്ന് ബിയിലേക്കുള്ള അകലം. ശരിയുത്തരം ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, റൂട്ട് ഓഫ് 248 പ്ലസ് റൂട്ട് ഓഫ് 52 പ്ലസ് റൂട്ട് ഓഫ് 144 സമൻ ഡാഷ്. ഈ ചോദ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ റൂട്ടിന് 242 ആ റൂട്ടിനകത്താണ് അടുത്ത റൂട്ട് വന്നിരിക്കുന്നത്, അതിനകത്ത് അടുത്ത റൂട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നമ്മൾ ഏറ്റവും അകത്തുള്ള റൂട്ടിൻ്റെ വാല്യൂ തൊട്ട് തുടങ്ങണം. ഏറ്റവും അകത്തുള്ളത് 144ആണ്. 144ൻ്റെ സ്ക്വയർ റൂട്ടാണ് അപ്പോൾ ആദ്യം എഴുതേണ്ടത്. 144ൻ്റെ സ്ക്വയർ റൂട്ട് 12 ആണ്. 12. അപ്പോൾ അടുത്ത റൂട്ടിനകത്ത്, അതായത് റൂട്ട് ഓഫ് 52ൻ്റെ കൂടെ ഈ 12ഉം കൂടെ കൂട്ടിച്ചേർക്കണം. കാരണം ആ റൂട്ടിനകത്താണ് 52ഉം റൂട്ട് 44ഉം വരുന്നത്. 52ഉം 12ഉം കൂടെ കൂട്ടുമ്പോൾ 64. അപ്പോൾ ഈ ഭാഗം റൂട്ട് 64 എന്ന് വരും. 64ൻ്റെ സ്ക്വയർ റൂട്ട് 8 ആണല്ലോ. അപ്പോൾ ആദ്യത്തെ റൂട്ടിനകത്ത് എന്ത് കൊടുക്കണം? 248ൻ്റെ കൂടെ 8ഉം കൂടെ കൂട്ടുക. 248 8ഉം 256 വരും. 256ൻ്റെ സ്ക്വയർ റൂട്ടാണ് അപ്പോൾ ഉത്തരമായി വരിക. 256ൻ്റെ സ്ക്വയർ റൂട്ട് 16. അപ്പോൾ ഉത്തരം 16. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു ക്ലോക്കിലെ സമയം 3:30 PM എങ്കിൽ അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണ്? ഇവിടെ ഒരു ക്ലോക്കിലെ സമയം 3:30 ആണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് അതിൻ്റെ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഈ കോണളവ് പല രീതിയിൽ കണ്ടുപിടിക്കാം. എങ്കിലും ഏത് സമയം തന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം ഇവിടെ കാണിക്കാം. ചെയ്യേണ്ട മാർഗം ഇതേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 3 6 18. അപ്പോൾ 3 × 60 180ഉം 11 3 33 330ഉം കിട്ടും. 180ഉം 330ഉം. ഇനി ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണുന്നതിനായിട്ട് നമുക്ക് 330ൽ നിന്നും 180 കുറയ്ക്കുക. 330ൽ നിന്നും 180 കുറച്ച് കഴിഞ്ഞാൽ 150 കിട്ടും. 150ൻ്റെ പകുതിയാണ് സൂചികൾക്കിടയിലെ കോണളവ്. 150ൻ്റെ പകുതി 75 ഡിഗ്രി. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി 75 ഡിഗ്രി.